ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഫിയസ്റ്റയെ കുറിച്ചാണ്. നമ്മുടെ 10 വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള ഫിയസ്റ്റ. അപ്പോൾ ഇവൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കിന് ഇവനെ ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. സോ പ്രായത്തിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. സീറ്റ് starting the engine. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹുണ്ടായും ഒക്കെ ഒരു സ്മൂത്ത്നെസ് പ്രതീക്ഷ ആരും എടുക്കണ്ട. ഈ വണ്ടി കുറച്ച് ഗ്രഫാണ്. ഒരു ചെറിയ ട്രക്കിൻ്റെ സൗണ്ടൊക്കെ ഉള്ള എഞ്ചിനാണ്. നമ്മളെ വോക്സ് വാഗനുമായിട്ട് കുഴപ്പമില്ല. വോക്സ് വാഗൻ്റെ പോളോ അടക്കം അല്ല, ഞാൻ ഒരു ഫാബിയ ഓടിച്ചു നോക്കിയായിരുന്നു. അതിന് എഞ്ചിന് ഇതിനേക്കാളും സൗണ്ട് ഉണ്ട്, 3 സിലിണ്ടർ ആണെങ്കിൽ പോലും. അത് വെച്ച് നോക്കുമ്പോൾ ഇവൻ കുഴപ്പമില്ലാത്തൊരു സൗണ്ടേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഹുണ്ടായുടെയൊക്കെ ഭയങ്കര വൈബ്രേഷൻ കുറവാണ്, ഇൻസുലേഷനൊക്കെ മറ്റും സെറ്റാണ്. വോക്സ് വാഗൻ്റെ എഞ്ചിനേക്കാളും കുറച്ചും കൂടെ സൗണ്ട് കുറവാണ്. പക്ഷേ ഹുണ്ടായി മാരുതിയുടെയൊക്കെ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് റഫായിട്ട് എനിക്ക് തോന്നി. പിന്നെ 2 ലക്ഷം കിലോമീറ്റർ ആയപ്പോഴത്തേക്കും ചെറിയ എഞ്ചിൻ്റെ നോട്ടൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ട് ഞങ്ങളിത് എടുത്ത സമയത്ത് ഇതിനകത്തുനിന്ന് കറക്റ്റ് പറഞ്ഞാൽ ഒരു ഒരു പെട്രോൾ കാർ ഓടിക്കുന്ന ഫീലോട് നമുക്കിത് വണ്ടി ഓടിക്കാൻ പറ്റുമായിരുന്നു. അത്രയ്ക്ക് സ്മൂത്തായിരുന്നു. അതൊക്കെ ഇപ്പോൾ പോയി, കാരണം ഇത്ര വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പോയി. പിന്നെ നമ്മുടെ അവസ്ഥ അറിയാമല്ലോ, ഈ കൊടുങ്കൊല്ല റോഡ് ടാക്സ് അടച്ചിട്ട് നമ്മൾ ഓടിക്കുന്നത് ഇപ്പോഴും കട്ടനകത്ത് കൂടെ കുലുക്കൊക്കെ കണ്ട ഈ ഒരു അവസ്ഥയിൽ കൂടെയൊക്കെയാണ് ഓടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വണ്ടികൾക്കൊക്കെ പണി വരുന്നത്. അല്ലാതെ നമ്മൾ കമ്പനിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതൊരുമാതിരി സത്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇന്ത്യക്കാരന് ജീപ്പ് ഓടിക്കാൻ പറ്റുന്ന റോഡുകളേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. എപ്പോഴൊക്കെയാണ് ഫ്രണ്ടിൽ റോഡ് നല്ലൊരു കുഴി വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അതൊക്കെ കണ്ട് ഓടിക്കാന്നേ ഉള്ളൂ. സംഭവം വണ്ടിയെ കുറ്റം പറഞ്ഞിട്ടോ കമ്പനിക്കാരെ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. കാരണം റോഡ് നന്നാക്കാത്ത സർക്കാരിൻ്റെ കുഴപ്പം തന്നെയാണ്. റോഡ് നടക്കി കുഴി ഇതിപ്പോൾ എരമല്ലൂർ റൂട്ട് കഴിഞ്ഞുകൊണ്ടാണ്, ഞാനിപ്പോൾ പോകുന്ന ചേർത്തല റൂട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയ്ക്കെങ്കിലും ഒരു സ്മൂത്തായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ വണ്ടി കിടന്ന് ഇങ്ങനെ വള്ളം പോലെ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഇവൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവനെ കൊണ്ട് ഇനി പെയിൻ്റ് അടിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ടൈമിംഗ് ബെൽറ്റ് മാറണം. ടൈം ബെൽറ്റ് എന്തായാലും മാറാൻ ടൈമായിട്ടുണ്ട്. 2 ലക്ഷമൊക്കെ ആകുമ്പോഴത്തേന് ടൈം ബെൽറ്റ് മാറേണ്ടതാണ്. 220 കമ്പനി പറയുന്നതെങ്കിലും നമ്മൾ നേരത്തെ മാറിയേക്കുവാണ്. ടൈം ബെൽറ്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട്. കാരണം 5 വർഷം കൂടുമ്പോൾ മാറണം. എന്തെങ്കിലും ഒരു ചെറിയ ബ്രിട്ടിൽനെസ് ടൈം ബെൽറ്റിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് എഞ്ചിൻ പണി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അല്ല, എഞ്ചിൻ പണി വരും, കാരണം വാൽവും പിസ്റ്റണും പിടിച്ച് പണി വരും. അതുകൊണ്ട് നമ്മൾ അത് എന്തായാലും നേരത്തെ തന്നെ പ്രൊവാക്റ്റീവായിട്ട് മാറുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഹാൻഡ്ലിങ് ഈസ് വെൽ വെയ്റ്റഡ്. നമ്മളെന്തോ ഒരു നല്ല വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണ് ഇത് ഓടിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഞാൻ സത്യം പറഞ്ഞൊരു ഹുണ്ടായുടെ, ഞാൻ ഡീസലല്ല ഉപയോഗിച്ചത്, i20 ഞാൻ ഓടിച്ചിട്ട് എനിക്ക് പ്രാന്തായിപ്പോയി. കാരണം കറക്റ്റ് നമ്മൾ വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ ഒരു വൈബ്രേഷൻ, ഒരു ഫീലും ഒന്നുമില്ല. സ്റ്റിയറിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കൈ കിടന്ന് ഇങ്ങനെ കറങ്ങും. അത് വിചാരിച്ച് ഇതാരും എടുക്കണ്ട. ഈ ഫിയസ്റ്റയുടെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ള സ്റ്റിയറിംഗ് ആണ്. ഒരു ചെറിയ സപ്പോർട്ട്, ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആയതുകൊണ്ട് ചെറിയൊരു സപ്പോർട്ട് നമുക്ക് തരുമെന്നല്ലാതെ ഫുള്ളായിട്ടുള്ള മെക്കാനിക്കൽ പ്രഷർ മൊത്തം ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് സിസ്റ്റം താങ്ങുമെന്ന് വിചാരിക്കില്ല. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ചെറിയൊരു പവർ ഉണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വളച്ച് കളിക്കാൻ പറ്റും. അതൊക്കെ ഒരു ആലോചിച്ചിട്ട് തന്നെ ചെയ്താൽ മതി. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിലൊക്കെ വളരെ ചീപ്പാണ്. മറ്റുള്ള വണ്ടികൾ പോലെ ഇന്ന് അധികം എഞ്ചിൻ ഓയിലൊന്നും വേണ്ട. വെറും 3.8 ലിറ്റർ മാത്രം എഞ്ചിൻ ഓയിൽ മതി. അതും 5W30 ആണ് കമ്പനി റെക്കമെൻഡഡ് ഗ്രേഡ്. അതും വലിയ വിലയൊന്നുമില്ല. സെമി സിന്തറ്റിക് മതി, സിന്തറ്റിക്കും വേണ്ട. ഞാനൊരു 7000 കിലോമീറ്ററൊക്കെയാണ് കൂടുമ്പോഴാണ് എഞ്ചിൻ ഓയിൽ മാറാറ്. ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് ഫുള്ളി സിന്തറ്റിക്കാണ് ഉപയോഗിച്ചത്. പക്ഷേ ഫുള്ളി സിന്തറ്റിക് ഉപയോഗിച്ചപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ തോന്നുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം കുറച്ച് ഓയിൽ ലീക്കൊക്കെ കൂടിയ പോലെ തോന്നുന്നു ഫുള്ളി സിന്തറ്റിക് ആക്കിയപ്പോൾ. സെമി ആയിരുന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചിലപ്പം ഇതിന് കമ്പാറ്റബിൾ ഇഷ്യൂ കാണുമായിരിക്കും. അല്ലെങ്കിൽ ഇത്ര പഴയ എഞ്ചിനകത്തോട്ട് നമ്മൾ പുതിയ ഫുള്ളി സിന്തറ്റിക് ഓയിൽ ഒഴിക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നമായിരിക്കാം. എന്തോ ആയാലും ആ ഒരു പ്രശ്നം എനിക്കിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കണ്ടല്ലോ, ഹായ് അമേരിക്കൻ റോഡുകളെ വിസ്മരിപ്പിക്കുന്ന റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, എന്തർത്ഥത്തിൽ വന്നിട്ട് ഇങ്ങനെ വോട്ട് ചോദിക്കുന്നതാണ് മനസ്സിലാക്കുക. ഇവരുടെയൊക്കെ തൊലി എന്ന് പറഞ്ഞാണല്ലോ, അത് ഭയങ്കര കാണ്ടാമൃഗമൊക്കെ കിലോമീറ്റർ മാറി നിൽക്കും. സത്യം പറഞ്ഞാൽ ഇപ്പം സസ്പെൻഷൻ മാറിയിട്ട് 2019 സസ്പെൻഷൻ മാറിയ. ഇനി സസ്പെൻഷൻ മാറിയിട്ട് ഇനിയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും പോകും. കാരണം അധികം ലൈഫൊന്നും കിട്ടത്തില്ല സസ്പെൻഷൻ. നമ്മൾ ഈ ഇത്രയും വൃത്തികെട്ട റോഡിൽ കൂടെ ഓടിക്കുന്നത്. എല്ലാത്തിനും പരിധി ഇല്ലടേ എന്ന് പറയേണ്ടി വരും. സോ ദിസ് ഈസ് മൈ ഫിയസ്റ്റ റിവ്യൂ. നമുക്കിനി കുറച്ച് യാത്രയെന്ന് പറയാം.
പവർ കണ്ട, പവർ എന്ന് പറഞ്ഞാൽ 2000 RPM കഴിയുമ്പോഴത്തേക്കുമാണ് വണ്ടിക്കൊരു പിടുത്തം വരുന്നത്. ഒരു ആ ടെർബോയുടെ ഒരു കിക്ക് വരും. പിന്നെ നേരെ അപ് ടു 130 വരെ ഈ സെയിം പവറിൽ തന്നെ പോകും. 130 കഴിഞ്ഞാൽ ആശാൻ കുറച്ച് മടിയാണ്, പിന്നെ കയറാൻ ഭയങ്കര പാടാണ്. ഞാൻ 160 വരെ കയറ്റി നോക്കിയിട്ടുണ്ടെങ്കിലും 160 ഒക്കെ കുറച്ച് ടൈം എടുത്ത് കയറുന്നത്. ഒരു യഥാർത്ഥ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 130 എനിക്കിത് പറയാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് ഒറ്റ സ്ട്രെച്ച് കയറ്റിക്കൊണ്ട് പോകാം. 160 ഒക്കെ കയറ്റാനായിട്ട് കുറച്ച് സമയം എടുക്കും. സോ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഒരു ഒക്ടാവിയ ആയിട്ടൊന്നും കമ്പയർ ചെയ്യില്ല. പിന്നെ CC കുറവാണ്, 1400 CC എഞ്ചിൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇഞ്ചക്ടർ പണിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിനൊരു ഗുണമുള്ളതും കൂടെ, ഇത് ഇൻ്റർകൂൾഡ് അല്ലാത്തൊരു എഞ്ചിൻ ഡിസൈനാണ്. സോ ഇൻ്റർകൂൾഡ് അല്ലാത്തതുകൊണ്ട് ഇതിന് വേറെ കൂളൻ്റ് ഇൻ്റർകൂളറിലോട്ട് മിക്സിങ്, ഓയിലും കൂളൻ്റും കൂടെ മിക്സിങ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് ടെൻഷൻ വേണ്ട. ആകപ്പാടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് വരുന്ന പ്രശ്നം ഇഞ്ചക്ടറാണ്. ഇഞ്ചക്ടർ പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ഇങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കണം. വണ്ടി ഒരു 10 ദിവസം അടുപ്പിച്ച് വീട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓണാക്കുമ്പോൾ മനസ്സിലാവും ഒരു ഇഞ്ചക്ടറിന് ഒരു എയർ പോകുന്ന പോലെ സൗണ്ടൊക്കെ കേട്ട് തുടങ്ങും. പിന്നെ കുറച്ച് ദിവസം ഓടി വേണം. ഒട്ടും ഇങ്ങനെ വീട്ടിലിടല് നല്ലോണം ഇങ്ങനെ എല്ലാ ദിവസവും ഓടിച്ചുകൊണ്ടിരുന്ന കംപ്ലൈൻറ്റ് ഒന്നും വരത്തില്ല. ഒരു കംപ്ലൈൻറ്റ് വരത്തില്ല, ഒരു ഇഞ്ചക്ടർ പണിയും വരത്തില്ല. പിന്നെ 2012-11 വർഷത്തിലിറങ്ങിയ ഫിയസ്റ്റ ഫിഗോ എടുക്കുന്നവർ ഒന്ന് സൂക്ഷിക്കണം. കാരണം അതിനൊക്കെ ഇഞ്ചക്ടർ ഇഷ്യൂസ് കേട്ടിട്ടുണ്ട്. ഈ മോഡലൊന്നും, അത് 2009, 2008, 2007 വലിയ ഇഞ്ചക്ടർ ഇഷ്യൂസ് കേട്ടിട്ടില്ല. ഇതിനകത്തൊക്കെ സീമെൻസിൻ്റെ പേരുള്ള ഇഞ്ചക്ടറാണ്. സത്യം പറഞ്ഞാൽ രണ്ടും സെയിമാണ്. സീമെൻസ് കോണ്ടിനെൻ്റെന്നും പറഞ്ഞ് വരുന്നതെന്ന് വെച്ചാൽ രണ്ടും സെയിമാണ്. സീമെൻസിൻ്റെ എന്താ പറയണ്ടേ, ആ ബിസിനസ് കോണ്ടിനെൻ്റൽ മേടിക്കുകയാണ് ചെയ്തത്. സീമെൻസ് വീഡിയോ എന്ന് പറഞ്ഞ കമ്പനി ആയിരുന്നു ഇഞ്ചക്ടർ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആ സീമെൻസ് വീഡിയോയെ 2008 തോന്നുന്നു കോണ്ടിനെൻ്റൽ മേടിച്ചു. അപ്പോൾ സെയിം ബിസിനസ്സിന് തന്നെ കോണ്ടിനെൻ്റ് മേടിച്ചപ്പോഴത്തേക്കും പിന്നീട് അവർക്ക് സീമെൻസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഇഞ്ചക്ടറിനകത്ത് കോണ്ടിനെൻ്റൽ പേര് വന്നിട്ടേ ഉള്ളൂ. പക്ഷേ എങ്കിലും നമ്മുടെ ടീം BHP ഫോറത്തിലൊക്കെ ഇഷ്ടംപോലെ പറയുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ 2011, 2012 കാലഘട്ടത്തിലുള്ള വണ്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഞ്ചക്ടർ പണിയുണ്ടെന്ന്. എനിക്കറിയത്തില്ല, എനിക്ക് വലിയ ഇൻസൈറ്റ് ഇല്ല. ഞാൻ കുറേ പേര് പറഞ്ഞ് കേട്ടുള്ളതേ ഉള്ളൂ. പിന്നെ 2013 തൊട്ട് പിന്നെ ഫിഗോ ഫിയസ്റ്റയ്ക്കകത്തൊക്കെ ഇഞ്ചക്ടർ മാറിയെന്നൊക്കെ, ഇഷ്യൂസൊക്കെ മാറി അവർ പുതിയ മാനുഫാക്ചറിലോട്ട് സ്വിച്ച് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം ഇതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ ശരിയായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. അയ്യോ ചാടല്ലേ. അങ്ങനെ നമുക്ക് സ്മൂത്തായിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ഓടിച്ചു പോകാം. വലിയ പെർഫോമൻസും ഈ വണ്ടിയുടെ പ്രത്യേകത, നമ്മുടെ സാബിനിക്കയുടെ വീഡിയോയ്ക്ക് അത് പുള്ളി പറയുന്ന പോലെ ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ നമ്മൾ ഒരിക്കലും ഈ വണ്ടി ഇട്ട് കൊല്ലല്ല. കാരണം ചെറിയൊരു ടൈപ്പ് ടെർബോ ആണ്. ടെർബോ ഒക്കെ അടിച്ചു പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു 3rd, 4th തൊട്ട് വേണം കാല് കൊടുക്കാൻ. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിന് പിന്നെയും ചെറിയ ഓയിൽ ലീക്കൊക്കെ തുടങ്ങി. പണ്ട് അനിയൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനാണ് മെയിനായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവൻ 2000 RPM പോലും കിടത്തില്ല. ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഒഴുക്കി അങ്ങ് വിടുമായിരുന്നു വണ്ടി. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഭയങ്കര മൈലേജും ഒട്ടും പണിയില്ലായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് നമ്മൾ പെട്രോൾ ഉപയോഗിച്ച് വന്നതുകൊണ്ട് എനിക്ക് കുറച്ച് കാല് കൊടുത്തൊക്കെ ഓടിക്കുന്ന പ്രവണതയുള്ളതുകൊണ്ടാണ് പിന്നെയും എനിക്ക് പണി കിട്ടി തുടങ്ങിയത്. വണ്ടി നല്ല സ്മൂത്തായിട്ട് ഓടിച്ചു പോകുന്നത്. നല്ല മെച്യൂർ ഡ്രൈവിംഗ് ആണെങ്കിൽ ഈ വണ്ടിക്ക് പ്രത്യേകിച്ച് ഒരു പണിയും വരത്തില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം തന്നെ കണ്ടല്ലോ, നല്ല നമ്മളിങ്ങനെയൊക്കെ സ്മൂത്തായിട്ട്. പിന്നെ ഗട്ടറിലൊക്കെ വീഴുമ്പോൾ അതിൻ്റെതായ പണി വരും. അതിപ്പോൾ ഏത് വണ്ടിയായാലും വരുമല്ലോ. സോ ദിസ് ഈസ് വാട്ട് ഐ ഡ്രൈവ്. ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു മോണ്ടിയോയും കൂടെ ഉണ്ടായിരുന്നു, ഒരു അർമഡ ഉണ്ടായിരുന്നു. മോണ്ടിയോയും കൊടുത്ത് അർമഡയും കൊടുത്ത് ആ പടി ഇവൻ മാത്രമേ എൻ്റെ ഇപ്പം മിച്ചമുള്ളൂ. ഇവനെ എന്തായാലും കൊടുക്കാൻ തോന്നത്തില്ല, കൊടുക്കുന്നില്ല. കാരണം മോണ്ടിയെ കൊടുത്തത് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ആ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ട് മാറിയപ്പോഴത്തേക്കും കാർ പോർച്ചിൽ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് മോണ്ടിയെ കൊടുത്തത്. അർമഡ അങ്ങനെ തന്നെയാണ്. അനിയൻ്റെ കല്യാണമൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴത്തേക്കാണ് അർമഡ തട്ടിയത്. അങ്ങനെ 2 കാറുകൾ പോയി. പിന്നെ ഒരു സെന്നുണ്ടായിരുന്നു. സെന്നിൻ്റെ കാര്യം പറയണ്ട, എൻ്റെ വീടിന് അപ്പുറത്തുള്ള ചേട്ടൻ തന്നെ ടൈം ബെൽറ്റ് പൊട്ടിപ്പോയിട്ട് കൊണ്ടിട്ടതാണ്. പുള്ളി അത് ഇന്ന് തരാം നാളെ തരാമെന്നും പറഞ്ഞ് ഒരു 2 വർഷത്തോളം എന്നെ നടത്തിച്ചു. അവസാനം സെന്ന് ഞാൻ കിട്ടിയ വിലയ്ക്ക് പൊളിക്കാൻ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ സെന്നിൻ്റെ കാലം തീർന്നു. അല്ലാതെ അതിനും ഒരു കംപ്ലൈൻറ്റ് ഇല്ലാത്ത വണ്ടിയായിരുന്നു കേട്ടോ. ഈ പഴയ വണ്ടികളെന്ന് പറഞ്ഞ് ഈ കളിയാക്കുന്നവന്മാരോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇതുപോലത്തെ വണ്ടികൾക്കൊന്നും വലിയ കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. പക്ഷേ നമ്മൾ എല്ലാ ഡീസൽ എഞ്ചിനും, മോഡേൺ ഡീസൽസ് എല്ലാം ഒരു 3 ലക്ഷം കിലോമീറ്റേഴ്സൊക്കെ അന്തസ്സായിട്ട് ഓടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് ടോളറൻസിൽ അല്ലെങ്കിൽ അത്ര ക്വാളിറ്റി കോമ്പണൻസ് ആണ് ഈ ഡീസൽ എഞ്ചിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. സോ 3 ലക്ഷം കിലോമീറ്റർ ആവാതെ ഒരു ഡീസൽ എഞ്ചിൻ അടിച്ചു പോകത്തില്ല. പിന്നെ ടെർബോ ചാർജർ ആണെങ്കിൽ പോലും ടെർബോയ്ക്ക് കംപ്ലൈൻ്റ് എന്ന് പറയുന്നുണ്ട്. അത് ഈ മിക്കവാറും എനിക്ക് മൊത്തം അറിവ് ഞാൻ കിട്ടിയിട്ടുള്ള മൊത്തം സാബിനിക്കയുടെ വീഡിയോ കൊണ്ടാണ്, കേരള മെക്കാനിക്ക്. പുള്ളി പറയുന്നത് ചില ടെർബോ ഇങ്ങനെ ചവർ പോലിട്ട് കുത്തിച്ച് കാല് കൊടുത്ത് ഓടിക്കുമ്പോഴാണ് പോകുന്നതെന്നാണ് പറയുന്നത്. കാരണം ഒരു 1400 cc എഞ്ചിനകത്തോട്ട് ടെർബോ കയറ്റുമ്പോഴത്തേക്ക് അതനുസരിച്ച്
എഞ്ചിനും മാറ്റം വേണം, പിന്നെ ടെർബോയ്ക്കും മാറ്റം വേണം. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ എഞ്ചിനെ സ്ട്രെയിൻ ചെയ്യില്ല. പിന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ഓയിൽ ഒഴിക്കണം. ക്വാളിറ്റി ഓയിൽ ഒഴിച്ചില്ലെങ്കിൽ ഇതിനകത്ത് മറ്റേ പെട്രോൾ എഞ്ചിനകത്ത് കുറച്ച് സ്ലഡ്ജ് വന്നാലും കുഴപ്പമില്ല, വണ്ടി ഓടിക്കോളും. ഡീസൽ വണ്ടിക്കകത്ത് സ്ലഡ്ജ് വന്നിട്ടുണ്ട്. ഈ എഞ്ചിൻ ഓയിൽ തന്നെയാണ് ടെർബോയും കൂടെ മറ്റേ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്. സോ സ്ലഡ്ജ് വന്നാൽ ടെർബോയുടെ അങ്ങോട്ടുള്ള ഇൻലെറ്റ് ആ പൈപ്പ് അടഞ്ഞിട്ടുണ്ടെങ്കിൽ ടെർബോയിലോട്ട് ഓയിൽ ചെല്ലത്തില്ല. അപ്പോൾ ഓയിൽ സ്റ്റാർവിങ് വന്നാണ് ടെർബോ അടിച്ചു പോകുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സോ നമ്മൾ കൃത്യം ടൈമിന് ഓയിൽ മാറണം. 7000 കിലോമീറ്ററൊക്കെ എന്ന് പറഞ്ഞ 10,000 പറഞ്ഞൊരു 7000 മാറണം. എൻ്റെ വണ്ടി ഇപ്പോഴും ഞാൻ അടിച്ച് കാണിക്കുക, ഒരു തുള്ളി സ്ലഡ്ജ് കാണത്തില്ല. വേണേൽ പൊക്കി നോക്കിയപ്പോൾ ഒരു തുള്ളി സ്ലഡ്ജ് കാണത്തില്ല. കാരണം ഞാൻ നല്ല ക്വാളിറ്റി ഓയിൽസ്, ആ ഒറിജിനൽ ഓയിൽ ഞാനിപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് മേടിച്ചാൽ പോലും ഓയിൽ മേടിച്ചിട്ട് ഞാൻ എൻ്റെ ബാച്ച് നമ്പർ ഫോട്ടോ എടുത്ത് ഇപ്പോൾ ഷെല്ലിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിൽ ഷെല്ലുകാർക്ക് അയച്ചു കൊടുക്കും, ഇത് ഒറിജിനലാണെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. എന്നിട്ട് അവരുടെ കൺഫർമേഷൻ വന്നിട്ട് മാത്രം ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യാറുള്ളൂ. അല്ല വിലക്കുറവെന്നും പറഞ്ഞ് ഏത് ഓയിലിനകത്ത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ മാക്സിമം ഇപ്പം ലാസ്റ്റ് മേടിച്ചത് ഗൾഫിൻ്റെ ഓയിലാണ്. ഗൾഫിൻ്റെ അൾട്രാ എന്തോ പറഞ്ഞിട്ടൊരു ഓയിലാണ് മേടിച്ചത്, മറന്നുപോയി. ആ ഓയിലാണ് മേടിച്ചത്. നല്ല നല്ല ലെവൽ ഓഫ് കോൺഫിഡൻസ് ആണ്, നല്ല എൻജിൻ വൈബ്രേഷനൊക്കെ കൊണ്ടുണ്ട്. പിന്നെ ആകെപ്പാടെ പ്രശ്നം എന്ന് വെച്ചാൽ ഫുള്ളി സിന്തറ്റിക് ഇപ്പോൾ അടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചെറിയൊരു എൻജിൻ ഓയിൽ ലീക്ക് പോലെ തോന്നുന്നുണ്ട്. അല്ല വേറെ കംപ്ലൈൻസ് ഒന്നും ഇപ്പോഴും ഇല്ല. വണ്ടി ഇപ്പോഴും പ്രശ്നമാണ്. ടയറിൻ്റെ വൈബ്രേഷൻ നോക്കണ്ട, അതിപ്പോൾ ടയർ മാറാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഓടിയിട്ട് മാറിയാമെന്നാണ് ഞാൻ കൊണ്ട് ടയർ കടയിൽ കാണിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫിയസ്റ്റയുടെ വിശേഷങ്ങൾ. എന്തായാലും മാക്സിമം ഓടിക്കാൻ പറ്റുന്നിടത്തോളം കാലം ഓടിക്കുക. ഒരു 1,00,000 കിലോമീറ്ററും കൂടെയൊക്കെ എങ്ങനെയും ഓടിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എഞ്ചിൻ പണിയൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കാശ് പൊട്ടും. പിന്നെ ഫോർഡ് ആയതുകൊണ്ട് നമ്മൾ ലോക്കൽ എഞ്ചിൻ ലോക്കലായിട്ട് പണിതിട്ടുണ്ടെങ്കിൽ എത്രത്തോളം കിടക്കും എന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. അതുകൊണ്ട് ഷോറൂമിൽ തന്നെ കൊടുത്ത് തന്നെ എഞ്ചിൻ പണിയേണ്ടി വരും. ഷോറൂമിൽ കൊടുത്ത് പണിയുമ്പോൾ ഒരു 1,20 to 1,30 ലക്ഷം രൂപയൊക്കെ ആവുമെന്നാണ് കേട്ടത് എഞ്ചിൻ പണിയാനായിട്ട്. അത്രത്തോളം നിൽക്കുന്നില്ല. നമുക്ക് 3 ലക്ഷം കിലോമീറ്റേഴ്സാണ്. ഞാൻ UK ഭയങ്കര ഹിറ്റാണ് ഈ മോഡല്. അവർ നോക്കിയിട്ട് ഒരു ട്രാൻസ് കണക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോർഡിൻ്റെ ഒരു വാനുണ്ട്. ആ വാനിനകത്തൊക്കെ ഇരിക്കുന്ന സെയിം എഞ്ചിനാണ്. സോ അതൊക്കെ 3-4 ലക്ഷം കിലോമീറ്റേഴ്സൊക്കെ പുട്ടുപോലെ ഓടിയിട്ടുണ്ട് എഞ്ചിൻ പണി ചെയ്യാതെ. സോ ആ ഒരു ലെവലിൽ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു 3 ലക്ഷം കിലോമീറ്റർ ഓടാതെ ഇവനെ കൊടുക്കുന്നതിന് പ്രശ്നമില്ല. അതുവരെ ഓടട്ടെ. കാരണം പുതിയൊരു വണ്ടി എടുത്തിട്ട് എൻ്റെ പുറത്തിൽ ടാക്സും ഇൻഷുറൻസും മറിച്ചൊക്കെ കൂടെ അടച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെയും പാപ്പരാകും. അതുപോലെ ഞാൻ ഇവനെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ കാണിച്ചില്ല. അതുപോലെ പേപ്പേഴ്സൊക്കെ സൂക്ഷിച്ച് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എനിക്കിനി എന്തൊക്കെ പാർട്സ് പണി വരും എന്നൊക്കെ എനിക്ക് അറിയാം. പിന്നെ ഇപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ ഇലക്ട്രിക് കാറിലോട്ട് മാറുമ്പോഴത്തേക്കും വേണേൽ നമുക്ക് അങ്ങനെ നോക്കാം. ഇപ്പം നമ്മുടെ കൂട്ടുകാർ രാഹുൽ ഇപ്പം റിറ്റ്സ് മാറി, അവൻ്റെ പഴയ റിറ്റ്സ് കൊടുത്തിട്ട് നേരെ പഞ്ചിലോട്ട് പോയി EV. അങ്ങനെ EV കാലം വരുവാണെങ്കിൽ EV ഒക്കെ എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് പോകുമെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് മാറാം. അല്ലാതെ ഇപ്പം കിടക്കുന്ന ഒരു പെട്രോൾ കാറിലും എനിക്ക് താല്പര്യമില്ല. കാരണം മനുഷ്യന് മൈലേജ് എന്ന് പറഞ്ഞ സാധനം വേണം. അല്ലാതെ വെറുതെ കാറുണ്ട് 8 കിലോമീറ്റർ മൈലേജ്, അത് എത്തനോളും കൂടെ മിക്സ് 8 കിലോമീറ്റർ മൈലേജിൽ ഓടിച്ചിട്ട് ആർക്ക് ലാഭമുള്ളൂ? ഗവൺമെൻറ് ലാഭം, അല്ലാതെ നമുക്ക് ലാഭമൊന്നുമില്ലല്ലോ. പിന്നെ മുടിഞ്ഞ ടാക്സ്. അങ്ങനെ ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്നാലും ഇപ്പം പണി വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നവംബറിൽ ഒരു 10,000 രൂപയാണ് നേരത്തെ അടച്ചുകൊണ്ടിരുന്നത്. 9,000 രൂപയാണ് റോഡ് ടാക്സ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഇത് കൂട്ടിയെന്ന് പറയുന്നുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാർ ടാക്സ് ഓൾമോസ്റ്റ് ഇരട്ടിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇരട്ടിയാക്കിയതുകൊണ്ട് അതും ഒരു ചിലവാണ്. അത് ഇപ്പം എന്ത് ചെയ്യാനാ? പുതിയ വണ്ടി എടുക്കണമെങ്കിൽ മാസം അടയ്ക്കുന്ന EMI വളരെ കുറവല്ലേ ഒരു മാസത്തേക്കുള്ള ഇതെന്ന് ഓർക്കുമ്പോൾ നമ്മളങ്ങ് അടച്ചു പോകും. പിന്നെ ഡീസൽ ഇല്ലല്ലോ പുതിയ വണ്ടികളിലൊന്നും. ഡീസൽ എടുക്കണമെങ്കിൽ കുറച്ച് ഹൈ എൻഡ് ആയിട്ടുള്ള വണ്ടികളല്ലേ എടുക്കുന്നത്. പിന്നെ AdBlue എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കണം. ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡീസൽ കുറച്ച് ക്വാളിറ്റി ആയിരിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചക്ടർ യൂസ് ചെയ്യുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ ഫിയസ്റ്റയുടെ റിവ്യൂ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. കാരണം ഇത്ര വർഷം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഈ വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നല്ല പോണം അറിയാം. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന ഡൗട്ടുകൾ ഞാൻ ക്ലിയർ ചെയ്ത് തന്നെയായിരിക്കും. താങ്ക് യു. കണക്ഷൻ കണക്ട് ചെയ്യാൻ നോക്കാം. സോണി കണക്ട് ചെയ്യാൻ നോക്കട്ടെ. ഓക്കെ, സോണി കണക്ട് ആയിട്ടുണ്ട്. ഇതൊരു നല്ല ആംഗിളാണ്. ഓക്കെ.